നമ്മുടെ നാടും വീടും വേണ്ടപ്പെട്ടവരെല്ലാം വിട്ട് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുന്ന ആ ദിവസം മുതൽ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും എണ്ണി എണ്ണി കാത്തിരിക്കുന്നത് ഇനി ഒരു അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന ആ ദിവസത്തിന് വേണ്ടിയാണ്. ഇനി ആ ഒരു ദിവസം ഇങ്ങ് അടുത്താലോ നമ്മളെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള തിടുക്കായി. എനിക്കാണെങ്കിലും നാട്ടിൽ പോകുന്നതിന് മുന്നേ ഇതുപോലെയുള്ള ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതിപ്പോൾ ഞാൻ നാട്ടിൽ പോകുമ്പോഴാവണമെന്നില്ല, എൻ്റെ കസിൻസോ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ പോകുമ്പം അവർ ഷോപ്പിങ്ങിന് പോകുമല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ പോകാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലൊരു ഷോപ്പിങ്ങിന് പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിന്നൊരു ഷോപ്പിംഗ് കഴിഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് അവശ്യമായ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. ഞങ്ങളുടെ കസിനാണ് 2 ദിവസം കഴിഞ്ഞ് നാട്ടിൽ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിംഗ് ആണ്. അപ്പോൾ നേരെ സീഫ് മാളിലേക്ക് വിട്ടു. എന്നിട്ട് ആദ്യം തന്നെ H&Mലേക്കാണ് പോയത്. അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. തരക്കേടില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാത്തിനും ഭയങ്കര റേറ്റ് ആണെന്നേ. എന്നാലും നമ്മൾ അവിടുന്ന് ഡ്രസ്സ് എടുത്തു, നാട്ടിലൊക്കെ പോവല്ലേ, ഇരിക്കട്ടെ. പിന്നെ നമ്മുടെ അടുത്ത ലക്ഷ്യം ബാത്ത് ആൻഡ് ബോഡി ആയിരുന്നു. അങ്ങനെ ബാത്ത് ആൻഡ് ബോഡീൻ്റെ ഔട്ട്ലെറ്റ് കയറി. അവിടുന്ന് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പർച്ചേസ് ചെയ്തു കേട്ടോ. കുറേ മോയ്സ്ചറൈസേഴ്സും പിന്നെ ഹാൻഡ് വാഷ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബാത്ത് ആൻഡ് ബോഡിയിൽ ആ അടിപൊളി സ്മെല്ലുള്ള മോയ്സ്ചറൈസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ മനുഷ്യന് അടുപ്പിക്കാൻ പറ്റാത്ത മണമുള്ള മൂക്കടിച്ച് പോണ മരത്തെ സാധനങ്ങളും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ അത് ചില ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് കുറേ എണ്ണം മണത്ത് നോക്കിയപ്പോൾ ഇതെന്ത് സാധനം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. വിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുന്ന സീഫ് മാളിൻ്റെ ഈ അറ്റം മുതൽ ആ അറ്റം വരെയുള്ള ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും ഞങ്ങൾ കയറി ഇറങ്ങി. പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാ ഷോപ്പിലും കയറി അവിടുത്തെ ഓഫർ നോക്കുക, സാധനങ്ങൾ നോക്കുക എന്നൊക്കെ ഉള്ളത്. അങ്ങനെ സീഫ് മാൾ മൊത്തത്തിലൊരു പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ബാക്കിയായത് കുറേ പെർഫ്യൂം ടെസ്റ്റിംഗ് പേർപ്പസ് ആണ് കേട്ടോ. അതിനകത്തൊരു പെർഫ്യൂം നല്ല കിഡിലൻ സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങാൻ വിചാരിച്ച് പോയി നോക്കിയപ്പം ഒടുക്കത്തെ റേറ്റ്, സോ നമ്മൾ വാങ്ങിച്ചില്ല. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ സേഫ് മാളിൽ നിന്ന് ഇറങ്ങി അടുത്ത ഇനി സിറ്റി സെൻറ്ററിലേക്കാണ്. അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.